ഓരോ ഉപദേശത്തിലും ഈ ഒരു ആശയം ലിംനിയായിട്ടുണ്ടാവും. ഇന്റേണലായിട്ട് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു അത് ആഡ് ചെയ്തിട്ടുണ്ടാവും. ദുനിയാവിനോട് സ്നേഹം വരാതെ മക്കളെ നോക്കണേ നോക്കണേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് പറയാ വയുവജ്ജിഹു ഇലൽ മക്തബ് വയതഅല്ലമുൽ ഖുർആൻ വഅഹാദീസൽ അഖ്യാർ. മദ്രസയിലേക്ക് അയക്കണം കുട്ടികളെ, ഖുർആൻ പഠിക്കണം കുട്ടികൾ, ഹദീസ് പഠിക്കണം, വഹികായത്തുൽ അബ്റാരി വഅഹ്വാലിഹിം, മഹാന്മാരുടെ ചരിത്രം പഠിക്കണം. എന്തിന്? ലിയൻ അരിസ ഫീ നഫ്സിഹി ഹുബ്ബസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളോടുള്ള മഹബ്ബത്ത് അവന്റെ ഖൽബിൽ രൂഢമൂലമാവാൻ. ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് സ്വാലിഹീങ്ങളുടെ സ്നേഹം കിട്ടണം. അതിന് ഉമ്മമാര് നല്ലോണം ശ്രദ്ധിക്കണം. രണ്ട് കാര്യമാണ് ഇവിടെ പറയാനുള്ളത്. ഒന്ന്, ഉമ്മമാര് സ്വാലിഹീങ്ങളുടെ ചരിത്രം നന്നായിട്ട് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഉപ്പമാർക്ക് അത് കഴിയൂല എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ അത് നടക്കൂല. കാരണം മൂപ്പര് തളർന്നിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഉപ്പ എന്താ പറയുക, ഒരു കഥ അങ്ങനെ കുറെ അവൻ്റെ കഥ കഴിയാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് പിന്നെ നിങ്ങൾ ഏറ്റെടുക്കുന്നതായിരിക്കും നല്ലത്. ആണുങ്ങൾ അത് നടക്കൂല. ആണുങ്ങൾക്ക് GPay ഗൂഗിൾ പേ എല്ലാം ചെയ്യാൻ ആണുങ്ങൾക്ക് കഴിയുമോ എന്നല്ലാണ്ട് ഒരു തങ്ങളെടുത്ത് പോയിട്ട് തങ്ങൾ പറയാണ് 41 ദിവസം ബദരീങ്ങൾ വലിയ അസീനോദിയാൽ മതി കുട്ടീൻ്റെ അസുഖം മാറും. എന്തായാലും തന്നെ ഈ ഭർത്താവ് തലച്ചോറിനോട് ചോദിക്കും, അത് ഞാനെന്നോടണോ നിർബന്ധമൊന്നുമില്ലല്ലോ മതിയതല്ലേ. നമ്മളൊരു ടൈപ്പിൻ്റെ ടീമാണ്. അതുകൊണ്ട് ഭാര്യ പറഞ്ഞു കൊടുക്കണമായിരിക്കും കുറച്ചുകൂടി നന്നാവും. ഫൽഫർ ബിദാത്തി ദീൻ, കഥയുള്ള പെണ്ണിനെ കെട്ടണം. കഥ വേണം അവൾക്ക്, നല്ല കഥ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. കണ്ണടിയിലും മിസ്സടിയിലും കെട്ടിയാൽ കൊടുക്കും. ഫൽഫർ ബിദാത്തി ദീൻ, കഥ വേണം, ദീൻ വേണം കുട്ടികൾക്ക്. സ്വാലിഹീങ്ങളെ ചരിത്രം ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ ഗസാലി ഇമാം വാക്ക് തരികയാണ്, അവൻ്റെ മനസ്സിൽ സ്വാലിഹീങ്ങളോടുള്ള ഹുബ്ബ് വരും. പിന്നെ എങ്ങനെ വഹാബിയാവുക? പിന്നെ എങ്ങനെ ഒരു മുജാഹിദാരനാവുക? അവൻ അതിലൊന്നും പെടൂല. അതിന് മദ്രസയിലേക്ക് അയക്കണം. ഉസ്താദുമാരെടുത്ത് നിന്ന് ദീൻ പഠിക്കണം, സ്വാലിഹീങ്ങളുടെ ചരിത്രം പഠിക്കണം. കാരണം ഒരു കുട്ടീനെ മദ്രസയിലേക്കൊക്കെ അയച്ച് ഒരു 6ാം ക്ലാസ്സിൽ നിന്ന് 7ാം ക്ലാസ്സിൽ നിന്ന് ഒഴിവാക്കി വിട്ടാൽ, +2 വരെയുള്ള ഒരു മദ്രസയിൽ നിന്ന് ആ കുട്ടീനെ ഒഴിവാക്കിയാൽ നിങ്ങൾ ആലോചിക്കുക, ഈ കുട്ടിക്ക് ഇനി മരണം വരെ എനിക്ക് +2 ഡിഗ്രി PG സെറ്റ് നെറ്റ് ഡിപ്ലോമ പലതും സാധ്യത ഉണ്ട്. മെറ്റീരിയൽ ഭൗതിക വിദ്യാഭ്യാസം, ദീന് ഇനി പഠിക്കാൻ മരണം വരെ എന്ത് സാധ്യതയുള്ളത്? എങ്ങനെയാ ഉപ്പിയും ഉമ്മയൊക്കെ ധൈര്യത്തിൽ ഇങ്ങനെ ഒഴിവാക്കണത്? ഒരു ആഹ്റം പേടി വേണ്ടേ?